ഹായ് മക്കളെ, ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായത് മുതൽ രണ്ട് കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ +1 മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ മാർക്കാ പരിഗണിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കുറയാനും സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, മുമ്പ് പല കുട്ടികളും ക്ലാസ്സിൽ പല ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇന്നലെയൊക്കെ എന്താണ് വളരെ ഔദ്യോഗികമെന്ന് കരുതുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ ഫോർവേഡുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ടെൻഷനാണ്. എസ്പെഷ്യലി എന്താണ്, കഴിഞ്ഞ +1 അത്യാവശ്യം ഒരു മാർക്കൊക്കെ വാങ്ങി, അതായത് 80 ഒരു 70 വാങ്ങിയ കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഇമ്പ്രൂവ് ചെയ്താൽ 65 ആണെങ്കിൽ 65 എൻ്റെ 70 പകരം എന്തായി 65 പോവില്ലേ, അപ്പോൾ ഒരു അധിക പൂതിയാവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഒരുപാട് കുട്ടികൾക്ക്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഗ്രേസ് മാർക്കിനെ കുറിച്ചാണ്. അപ്പം ഇന്നലെ വരെ എനിക്ക് 100% ഉറപ്പായിരുന്നത് അതൊക്കെ വെറുതെ ടീച്ചേഴ്സ് നിങ്ങളെ +2 കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, ഇമ്പ്രൂവ്മെൻറ്റിന് മാർക്ക് കുറയൊന്നുമില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്നലത്തെ വാട്സാപ്പ് മെസ്സേജ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കളി. കാരണം ഇറ്റ് വാസ് സോ ഔദ്യോഗികം, ഭയങ്കര ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ വിളിച്ചു, അതേപോലെ തന്നെ ഒരുപാട് ടീച്ചേഴ്സിനെ വിളിച്ചു നോക്കി. എന്ന് മാത്രമല്ല, ഈ ടോപ്പ് ലെവൽ ഇൻഫർമേഷനൊക്കെ പെട്ടെന്ന് കിട്ടുന്ന, അവരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള എന്താ പറയുക, അധ്യാപക സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരടക്കം വിളിച്ചു നോക്കിയപ്പം അവർ പറഞ്ഞതിൽ നിന്നും ഒന്നാമത്തെ കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങാൻ തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ പച്ചക്ക് കത്തിക്കാം, ഞാൻ കോഴിക്കോട് തന്നെ ഉണ്ടാവും. ഓക്കെ, അതായത് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ കേസിൽ അതൊരു ബെസ്റ്റ് ഓഫ് 2 ആണ്. ഓക്കെ, അതായത് ഈ കുട്ടിക്ക് നേരത്തെ +1 70 മാർക്ക് കിട്ടി, ഇമ്പ്രൂവ്മെന്റ് എഴുതിയപ്പോൾ അവന് 65 ആണെങ്കിൽ ഇതിൽ ഏതാണ് ബെസ്റ്റ്? +1 അല്ല, അപ്പോൾ +1 ആണ് എടുക്കുക. ഇനി ഇവന് പകരം ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതിയപ്പോൾ 80 കിട്ടിയാലോ, ഇതുമായിട്ട് ഏതാ ബെസ്റ്റ്? ഇമ്പ്രൂവ്മെന്റ് എക്സാം ആണ്. സോ ഇമ്പ്രൂവ്മെന്റിലാണ് കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ +1 മാർക്ക് കുറയില്ല. ഇത് സത്യം 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 എന്ന് മാത്രമല്ല, ഇത് തെറ്റാണെങ്കിൽ എന്നെ നിങ്ങൾ എന്ത് ചെയ്തോ, പെട്രോൾ ഒഴിച്ച് കത്തിച്ചോ, ഞാൻ കോഴിക്കോടുണ്ട്. അപ്പം എന്താ, ഇപ്പം തന്നെ ടെൻഷൻ മാറിയിട്ടുണ്ടാവും എന്നറിയാം. ഒരുപാട് കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യും, ഇപ്പം തന്നെ വീഡിയോ എന്ത് ചെയ്തോ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, ഇപ്പം തന്നെ ഷെയർ കേട്ടോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം, ഗ്രേസ് മാർക്കിൻ്റെ കേസ്. ഗ്രേസ് മാർക്കിൻ്റെ കേസിൽ എന്താ സംഭവം? ഇപ്പോൾ ഒരു കുട്ടിക്ക് 65 മാർക്കാണ് 80 കിട്ടിയത് ലാസ്റ്റ്. ചിലപ്പോൾ എന്തായിരിക്കും, 60 മാർക്ക് അവൻ്റെ CET ഒക്കെ കൂട്ടിയിട്ടായിരിക്കും, പ്ലസ് ഒരു 5 മാർക്ക് എന്ത് കൊടുത്തതായിരിക്കും, ഗ്രേസ് മാർക്ക് കൊടുത്തതായിരിക്കും അല്ലേ. അങ്ങനെയായിരിക്കും അവന് 65 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇത്തവണത്തെ ഇമ്പ്രൂവ്മെന്റ് എക്സാമിൽ അവൻ എന്താണ്, ഈ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യൂല. ഓക്കെ, അതായത് എന്താ സംഭവിക്കുന്നത്, ഇമ്പ്രൂവ്മെന്റ് എക്സാമിൽ അവൻ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ എന്താ, അവനൊരു 68 മാർക്ക് കിട്ടിയെന്ന് കരുതാം. പ്ലസ് ഈ 5 എന്ത് ചെയ്യൂല, ഇവിടെ ആഡ് ചെയ്തിട്ട് 73 അതാവില്ല എന്നർത്ഥം. ഓക്കെ, 68 തന്നെ കിട്ടുള്ളൂ. അപ്പം ഇതെന്ത് ചെയ്യണ്ട, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഏതെങ്കിലും വിഷയത്തിന് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് അടിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നോട്. കിട്ടിയ ആൾക്കാർ യെസ് അല്ലെ നോ എന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നു, ഒന്ന് ഓടി വന്നൊന്ന് കമൻറ്റ് ചെയ്തേടാ. ഓക്കെ, റൈറ്റ്, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ, നിങ്ങളൊന്ന് ആലോചിച്ച് ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദ ഗ്രേസ് മാർക്സ്. അങ്ങനെ ഒരു സാധനം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്താ പറയുക, ആ ഗ്രേസ് മാർക്ക് ഒരു 5 മാർക്കും കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന എന്തിനാ, 80 തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടാർഗറ്റ്. ഞാൻ അത് കിട്ടുകയും ചെയ്യും കേട്ടോ. സാറേ ഫൈനൽ എക്സാമിൻ്റെ കൂടെ അത് കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മുതൽ നിങ്ങൾ പ്ലാൻ ചെയ്താൽ എന്താടാ, ഉറപ്പായിട്ടും കിട്ടും. കഴിഞ്ഞ വർഷത്തെ കുട്ടികളൊക്കെ 1 മാസമാണ് ആകെ ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കാൻ, ഓണപരീക്ഷ കഴിഞ്ഞിട്ടുള്ള 1 മാസം. പക്ഷെ എന്താണ്, നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സമയം ഇനിയുണ്ട്. നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്തല്ല നമ്മളെ വിഷയമല്ല. ഇനിയിപ്പോൾ ഇൻകേസ് കിട്ടിയ കുട്ടിയൊക്കെ തന്നെ ഗ്രേസ് മാർക്ക് ഇല്ലാണ്ട് മാർക്ക് കുറഞ്ഞെന്ന് വിചാരിക്കും, അപ്പോഴും എന്താ, കഴിഞ്ഞ വർഷത്തെ മാർക്ക് തന്നെ എന്തായാലും നമുക്ക് കിട്ടൂലേ, ആ മാർക്ക് ഗ്രേസ് മാർക്ക് അടക്കാട്ടോ. കഴിഞ്ഞ വർഷത്തെ 65 എന്തായാലും 60 ആവില്ല, അത് 65 തന്നെ അവിടെ കിട്ടും. ലോജിക്ക് മനസ്സിലായി. അപ്പം എന്ത് ചെയ്യണ്ട, ഒരു കാരണവശാലും ഇമ്പ്രൂവ്മെന്റിൽ മാർക്ക് കുറയുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കരുത്. ഇമ്പ്രൂവ്മെന്റ് രജിസ്റ്റർ ചെയ്യേണ്ട സമയം അടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പളൊക്കെ എന്ത് ചെയ്യും, നിങ്ങളത് ചെയ്യും. അപ്പം പറ്റുവെച്ചാൽ 3 വിഷയം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. അപ്പം എന്ത് ചെയ്തോ, വേഗം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ, പേടിക്കാതിരിക്കടാ, റെഡിയാവും. നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ബൈ.